നമസ്കാരം. കപടം ഈ ലോകത്ത് ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. പണ്ട് മഹാകവി ചങ്ങമ്പുഴ പറഞ്ഞതുപോലെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പലപ്പോഴായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നതും ആദ്യത്തെ സംഭവമൊന്നുമല്ല. സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: ട്രൈബൽ വകുപ്പിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും സുരേഷ് ഗോപി ട്രൈബൽ ജാതിക്കാരനല്ല എന്ന കാരണം കൊണ്ട് ആ വകുപ്പ് കിട്ടുന്നില്ല എന്നതായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി മാപ്രകൾ അറ്റവും മൂലയും കട്ട് ചെയ്യുന്നു. പിന്നീട് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു: താങ്കളുടെ പ്രതികരണം പറയൂ എന്ന് പറഞ്ഞ് സകലവനെയും വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു. മുഴുവൻ കേൾക്കാത്തവൻ എല്ലാം സുരേഷ് ഗോപിയെയും BJP-യെയും തെറി പറയുന്നു. മാപ്രകൾ ഇത് കണ്ട് കോൾമയിർ കൊള്ളുന്നു. കൂട്ടത്തിൽ ട്രൈബൽ വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മറ്റു വകുപ്പുകൾ കൂടി നൽകണമെന്ന പരാമർശം നൈസായി അങ്ങ് മുക്കി. കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരെ ലോകത്തുള്ള സകല പവർ സ്റ്റേഷനുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടും ഒരുമിച്ചടിപ്പിച്ചാലും മാനസിക നില നേരെയാകുമെന്ന് തോന്നുന്നില്ല. ട്രൈബൽ വകുപ്പിന്റെ മന്ത്രി എപ്പോഴും ട്രൈബൽ വിഭാഗക്കാരാണ്. അതൊക്കെ മാറ്റി മുന്നോക്ക സമുദായത്തിലുള്ള ഒരാളെ ട്രൈബൽ മന്ത്രിയും ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആളിനെ മുന്നോക്ക വകുപ്പിന്റെ മന്ത്രിയുമാക്കണം. അതാണ് ജനാധിപത്യം. ഇതിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ വിവാദമായി മാറി. അല്ല, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ അത് പിന്നെ വിപ്ലവമാണ്. എന്താണോ മാപ്രെ നീയൊക്കെ നന്നാവാത്തത്? പിന്നോക്കക്കാരനെയും മുന്നോക്കക്കാരനെയും ഇടകലർത്തി ഒരുമിപ്പിക്കണം എന്ന് പറയുന്ന സുരേഷ് ഗോപി നമ്മുടെ നാട്ടിൽ തള്ളി പറയേണ്ടവൻ തന്നെയാണ്. CPM പോളിറ്റ് ബ്യൂറോയിലാണ് ഏറ്റവും കൂടുതൽ സവർണർ ഉള്ളത്. EMS ജീവിച്ചിരുന്നിടത്തോളം കാലം ഒരു പിന്നോക്ക ജാതിക്കാരനെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറിമാരിൽ എത്ര പട്ടികജാതിക്കാരുണ്ട്? സ്പീക്കർ സ്ഥാനത്തിരുന്ന K രാധാകൃഷ്ണന് പ്രധാനപ്പെട്ട സ്ഥാനമൊന്നും CPM നൽകിയില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി മൊത്തവും പറഞ്ഞത് ആദ്യം ഒന്ന് കേൾക്കുക, അതിനുശേഷം പ്രതികരിക്കുക. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവാറുള്ള നാട്ടിൽ, മുസ്ലിം ലീഗ് എന്ന പേരിൽ മതത്തിന്റെ പേരുള്ള പാർട്ടിയുള്ള നാട്ടിൽ, ദളിത് ആക്ടിവിസ്റ്റ് എന്ന ലോകം കാണെ എഴുതി വെക്കുന്ന ചാനലുകളുള്ള നാട്ടിൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം പ്രത്യേക മന്ത്രി വേണമെന്ന് പറയുന്ന പത്രമുള്ള നാട്ടിൽ, സംവരണ മണ്ഡലം എന്ന് വേർതിരിച്ച് ആളെ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന രാഷ്ട്രീയക്കാരുള്ള നാട്ടിൽ, ബിവറേജസിൽ പൊതുജനത്തെ വേർതിരിച്ച് വില കുറഞ്ഞ മദ്യം ഇറക്കുന്ന നാട്ടിൽ, അന്നം കഴിക്കാനുള്ള റേഷൻ കാർഡിന് വരെ പ്രത്യേകം നിറം കൊടുക്കുന്ന നാട്ടിൽ, ഉയർന്ന ജാതി എന്ന വാക്ക് പറഞ്ഞാൽ മാത്രം ഇടിഞ്ഞു വീഴുന്ന സെക്യുലറിസം. ഈ വിവേചനത്തിനെതിരെ പ്രതിഷേധ സൂചകമായി മലപ്പുറത്ത് ബേപ്പൂരും പാലാ ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങളിൽ നിർധനരായ ജാതി വ്യവസ്ഥയുടെ ഭാഗമായപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 3 സീറ്റുകൾ അവർക്ക് നൽകുമെന്ന് ഇരു മുന്നണികളും ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.